നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാവരും പൊട്ടനെന്നും കഴിവില്ലാത്തവനൊന്നൊക്കെ ഒരുപാട് അധിക്ഷേപിച്ചു. അതെല്ലാം ഞാൻ സഹിച്ചു. എല്ലാത്തിനും ഒരു മാറ്റം വന്നത് ദർശൻ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം. എനിക്ക് കഴിയാത്തതല്ല അവളിലൂടെ നേടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന് അവളെ ഒരു IPS കാരിയാക്കാൻ ഞാൻ ഇങ്ങനെ കൂടെ നിൽക്കുന്ന. മോൻ പറയുന്നതൊക്കെ ശരിയാ. ഈ സ്വത്തുക്കളെല്ലാം മോന്റെയാ, അതിലൊന്നും ആർക്കും ഒരു തർക്കവും ഇല്ല. പക്ഷേ ഇതൊരു കൂട്ടുകുടുംബം. മോനൊരു കാര്യം ചെയ്യുമ്പോ അതെത്ര നല്ല കാര്യമാണെങ്കിലും ഈ വീട്ടിലെ മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടാകരുത്. നോക്ക്, ശ്രേയയുടെ കല്യാണം മുടങ്ങി. എന്റെ മോൻ അതിന് കാരണക്കാരനായി. ഒരു മകളുടെ കല്യാണം മുടങ്ങിയാൽ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന പ്രയാസം എന്താണെന്ന് നിനക്കിപ്പം മനസ്സിലാവില്ല. ശ്രേയയുടെ കല്യാണം മുടക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. വിൽപത്രം ആരോ മോഷ്ടിച്ചതും കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയതും എല്ലാം അമ്മയോട് സമാധാനമായിട്ട് പറയാമെന്ന് കരുതി തന്നെ ഞാൻ ഇരുന്നത്. അതിനു മുമ്പ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിൽപത്രം എടുത്തോണ്ട് വരാൻ അമ്മ പറഞ്ഞപ്പോ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നിന്റെ അലമാരയിൽ നിന്ന് വിൽപത്രം മോഷണം പോയെന്ന് നീ എന്നോട് പറയണമായിരുന്നു. അല്ലാതെ ഞാൻ എങ്ങനെ അറിയുന്നേ? അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തുകയല്ലായിരുന്നു വേണ്ടത്. അമ്മേ, വിൽപത്രം അച്ഛന്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം മാത്രമാ. അമ്മ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു കൂട്ടുകുടുംബാണെന്ന്. ഇവിടെ ഉള്ള എല്ലാവരും ഒരുപോലെ തന്നെയാ. ഞാനും അതുപോലെ തന്നെയാ എല്ലാവരും കാണുന്നത്. അമ്മ ആഗ്രഹിക്കുന്ന പോലെ അവർക്കൊക്കെ എന്തു കൊടുക്കാനും എനിക്ക് സമ്മതമാ. പക്ഷെ അത് ഉടനെ വേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതെന്താ? കുറച്ച് കഴിഞ്ഞായാലും അവർക്കെല്ലാം കൊടുക്കണ്ടേ? മോനെ, പണവും സമ്പത്തും കിട്ടേണ്ട സമയത്ത് കിട്ടണം, എന്നാലേ അതിന് പ്രയോജനമുള്ളൂ. അവരെല്ലാം ഓരോരോ ആഗ്രഹങ്ങളുള്ളവരാ. അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ എല്ലാം നടക്കൂ. അതിന് വിൽപത്രം ഒരു തടസ്സമേ അല്ല. പക്ഷേ ഈ സ്റ്റേ ഉത്തരവ് ഞാൻ വാങ്ങിച്ചതിന് പിന്നില് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. എന്ത് കാരണം? അതെന്താണെന്ന് എനിക്കിപ്പോ അമ്മയോട് പറയാൻ കഴിയില്ല. എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. അതിനെനിക്ക് കുറച്ചുകൂടി സാവകാശം വേണം. എല്ലാം അറിഞ്ഞു കഴിയുമ്പോ അമ്മയ്ക്ക് അവർക്ക് എന്തൊക്കെ കൊടുക്കണോ അതെല്ലാം കൊടുക്കാം. അതുവരെ ഈ സ്റ്റേ ഓർഡർ ഇങ്ങനെ തന്നെ തുടരും. അമ്മ എന്നെ ശപിക്കരുത്. ഇല്ലെങ്കിൽ അച്ഛന്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ പറ്റാത്തൊരു പൊട്ടനായിപ്പോ അമ്മയുടെ മോൻ. ഹലോ, ഇന്ന് കോളേജിലെങ്ങും പോണ്ടേ? വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നാ മതിയോ? ഓ, അത് ശരി. ഞാൻ കരുതി ലീവ് എടുത്താണെന്ന്. എന്താ? ഞാൻ കോളേജിൽ പോകുന്നില്ലെന്നോ? എന്റെ പഠിപ്പൊക്കെ എപ്പോഴേ കഴിഞ്ഞു മോളെ. ആ, അത് ശരി. അപ്പൊ എന്നെ കളിയാക്കിയതാ അല്ലേ? അതെ, താൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓ, അത് ശരി.
ആ മനസ്സിലായി മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി. അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന്. അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ആ പൈപ്പ് ഒന്ന് ഓൺ ചെയ്തിട്ടെ ഈ ഓസിലെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു തരുമോ? ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ അറിയാം. വേഗം ആവട്ടെ, അങ്ങോട്ട് ഒഴിക്കേ. ചായ. നമ്മുടെ മോന് കമ്പനിയുടെ CEO ആവാനുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ അല്ല, ഇങ്ങോട്ടാ. നമ്മുടെ മോന്റെ നിപ്പ് കൊള്ളാം, എലി വെള്ളത്തിൽ വീണതുപോലെ. എലിയാണോ പൂച്ചയാണോ എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നിങ്ങൾ എന്തിനാ ഈ പാവത്തിനെ ഓടിക്കുന്നേ? വിട്ടോടാ, അവിടെ നിക്കാൻ. ഓ, രക്ഷപ്പെട്ടു മോളെ. മോള് വന്നതുകൊണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അവരെന്തിനാ ഉസ്താദിനെ ഓടിച്ചത്? ഇത് തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി മോളെ. ജീവനിൽ പേടിച്ചാ ഞാനിപ്പോ നടക്കുന്നത്. ഏതു നിമിഷവും അവരെന്നെ വകവരുത്തും. ഏയ് നോക്ക്, അതൊന്നും ഓർത്ത് ഉസ്താദ് പേടിക്കണ്ട. ഉസ്താദിനെ ആരും ഒന്നും ചെയ്യില്ല. അല്ല,
പലതവണയായി ഉസ്താദ് എന്നെ കാണാൻ ഓഫീസിലും മാർക്കറ്റിലും ഒക്കെ വരുന്നുണ്ടല്ലോ. ഉസ്താദിന് എന്നോടെന്തോ പറയാനുണ്ടല്ലേ? എന്താ കാര്യം? കാര്യമുണ്ട് മോളെ. എനിക്ക് പറയാനുള്ളത് വിശ്വനാഥന്റെ മരണത്തെക്കുറിച്ചാ. അതൊരു സാധാരണ മരണമല്ല. പിന്നെ? അതൊരു കൊലപാതകം തന്നെയാണ്. അതെങ്ങനെ ഉസ്താദിനറിയാം? വിശ്വനാഥൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു.